സോഷ്യൽ മീഡിയ രംഗത്തിൽ ഇപ്പോൾ ഈ പാട്ടിൻ്റെ രംഗത്തിലൊക്കെ നിൽക്കുമ്പോൾ ഷാജിക്ക് ഒരുപാട് ബാഡ് കമൻസ് വരാറില്ലേ? ചെറിയ വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ചില വീഡിയോസിനാണ് കണ്ട ഞാനൊരു ഓഫർ തരാം നിങ്ങൾക്ക്. നിങ്ങളിപ്പം ഈ കമൻറ്റ് ഇടുന്നുണ്ടല്ലോ, എനിക്ക് വീട്ടിലിരുന്നൂടെ, നീ എന്തിനാ അധ്വാനിക്കുന്നത്, വേറെ ഉള്ളത് ചോദിച്ചിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ പാടുന്നതെന്ന്. ഞാൻ സീരിയസ് ആയിട്ട് പറയാട്ടോ, നിങ്ങൾ ആരെങ്കിലും ഒരു 50 ലക്ഷം റുപ്യ അല്ലെങ്കിൽ ഒരു 1 കോടി അല്ലെങ്കിൽ 1 കോടി രൂപ നിങ്ങൾ എനിക്ക് കൊണ്ടുതരി, ഞാൻ വീട്ടിലിരിക്കാം. എന്തോന്ന് പറയാൻ വിചാരിച്ചാൽ മറന്നുപോയി. മറവിൻ്റെ രോഗമുണ്ട്, അതുകൊണ്ടാണ്. അതിപ്പോൾ കുറച്ചായിട്ടുള്ളതാണ്. ആദ്യം അങ്ങനെ ഇല്ലായിരുന്നു. വെയിൽ ചൂടായി കഴിഞ്ഞാൽ മറവി തുടങ്ങും. സോഷ്യൽ മീഡിയ രംഗത്തിൽ ഇപ്പോൾ ഈ പാട്ടിൻ്റെ രംഗത്തിലൊക്കെ നിൽക്കുമ്പോൾ ഷാജിക്ക് ഒരുപാട് ബാഡ് കമൻസ് വരാറില്ലേ? അതിനെക്കുറിച്ച് എന്ത് ഒരു മാനസികമായിട്ടുള്ളൊരവസ്ഥ എന്താണ് ശരിക്കും? മാനസികാവസ്ഥ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആദ്യമൊക്കെ ചെറിയ വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ചില വീഡിയോസിനാണ് ഈ പ്രശ്നം. അതായത് ഞാൻ പ്രഗ്നൻസി ടൈമിലാണ് എൻ്റെ ഷോളിന് മാറ്റം വരുത്തിയത്. കഴിഞ്ഞ ഒരു വർഷം മുന്നേ എന്ന് പറഞ്ഞോണം, ഞാൻ തലയിൽ എൻ്റെ മുടി കാണിക്കാൻ തുടങ്ങി. അപ്പം പിന്നിൽ ആളുകൾ കാണുന്ന ഒരു സാധനമുണ്ട്. മീൻസ് ഞാൻ ആദ്യം വന്നത് ഷോളൊക്കെ ഇങ്ങനെ വൃത്തിയിലിട്ടിട്ട് അങ്ങനെ വന്നിന്. അപ്പം ഞാൻ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ വയറിങ്ങനെ കൂടി വരികയാണല്ലോ, എനിക്കത് മറയ്ക്കണം, വയറ് മറക്കേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, സാരി പോലെ ഇങ്ങനെ ഫ്രണ്ടേജിൽ ഇങ്ങനെ സാരി പോലെ ചെയ്യും, ഒരു ധാവണി പോലെ ഇങ്ങനെ ചെയ്യും. അപ്പം ഞാൻ അതിന് അപ്പം നമ്മൾ തലയിൽ വേറെ എന്തോ ഇടണ്ടേ, അത് വേറെ രീതിയിൽ. അപ്പോൾ ഈ സാരി മാതിരി ഇടുമ്പോൾ ഷോൾ ഇങ്ങനെ നമ്മൾ ആദ്യം ഇടുന്ന മാതിരി ഇടാൻ പറ്റൂല. അപ്പം നമ്മൾ സ്റ്റേജൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പം അതിൻ്റെ വൃത്തിയിൽ നമുക്ക് ഡ്രസ്സ് ചെയ്യണ്ടേ. അപ്പോൾ സ്റ്റേജിൽ ഷോൾ എന്ത് ചെയ്യും, ഇങ്ങനെ കെട്ടണ മാതിരി ഒരു കെട്ട് കെട്ടും, ഒരു മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ടിടും, ചിലപ്പോൾ ബാക്കിലോട്ടായിരിക്കും, അങ്ങനെയൊക്കെ ഓരോ സ്റ്റൈലാക്കും. ഇതിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ എന്താ പറയാ, ഇതൊന്നിപ്പോൾ ഓരോട് പറയാൻ പറ്റില്ല. മീൻസ് ഞാൻ എൻ്റെ നിക്കാഹ് കഴിഞ്ഞ സമയത്ത്, ഞാൻ കല്യാണം കഴിയണത് വരെ ഞാൻ സാമ്പത്തിക വിഷയം കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് പരിപാടിക്ക് പോയ ഒരാളാണ്. ഞാൻ പഠിച്ചതൊക്കെ അറബിക് കോളേജിലൊക്കെയാണ്. മദ്രസ അധ്യാപികയായിട്ട് ഞാൻ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്കുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വന്ന ആളാണ് ഞാൻ. അല്ല, ഈ അന്ന് പരിപാടിക്ക് പോകുമ്പം ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, ഒരു സമയമായിരുന്നു. അതിന്റെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫാമിലിനെ. അങ്ങനെ നമ്മളെ പാരന്റ്സിന് തന്നെ അറിയാം, അവർക്കറിയാം, ആരും അതില്ലാന്നൊന്നും പറയില്ല. പാരന്റ്സ് മാത്രമല്ല, നാട്ടുകാർക്കും അറിയാം. മദ്രസപരമായിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ടോ? മദ്രസ നമ്മൾ പുളിക്കലാണ്. 7ാം ക്ലാസ് വരെ ഉള്ളിരുന്നു. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അധ്യാപന ജീവൻ എന്ന് പറഞ്ഞത്, അതായത് നമ്മളിത് നമ്മളെ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിലാണ് ഞാൻ പഠിച്ചത്, പുളിക്കൽ. അപ്പോൾ ഇതുവരെ എനിക്ക് അവർക്കൊരു മോശമാവോ ഞാൻ അവിടെ പഠിച്ചത് എന്ന് പറഞ്ഞാൽ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് ഞാൻ ഗസ്റ്റായിട്ട് കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുന്നത്തെ വർഷം പോയി. അപ്പം എനിക്ക് ആ ഒരു സാധനം മാറി കിട്ടിയ അഭിപ്രായം. എന്താ പറയുക, അവരുടെ കോളേജിന്റെ സിറ്റുവേഷനും നിന്റെ പാട്ടുരംഗം തന്നെയാണ് ജീവിച്ചത്. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അങ്ങനെ തന്നെയാണ്, ഫാമിലിയൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഒരു രീതിയിൽ നമുക്ക് പരിപാടിക്ക് പോയാൽ ആരും അക്സെപ്റ്റ് ചെയ്യൂല. നിങ്ങളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ മൊക്കനിട്ട ആളാണ് വിളിക്കുക, ഇങ്ങനെയുള്ള ആളാണ് വിളിക്കുക, തീർച്ചയായിട്ടും ആരെ വിളിക്കുക അല്ലേ, ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും അങ്ങനെ ചെയ്യുള്ളൂ. ഞാൻ എൻ്റെ നിക്കാഹ് കഴിഞ്ഞ സമയത്ത് എല്ലാം കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നടക്കാം. അപ്പം ഈ പണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ഒരു പാഷൻ എന്നുള്ള രൂപത്തിൽ ഞാൻ മൊക്കനെ ചുറ്റി നടന്നിട്ട് പ്രോഗ്രാംസ് ഇന്നെ ഏൽപ്പിച്ച പ്രോഗ്രാമിന് ഞാൻ മൊക്കനെ ചുറ്റി പോയിട്ടുള്ളൂ. അനദർ പ്രോഗ്രാം എനിക്ക് വന്നിട്ടില്ല. സത്യം പറയാലോ നിങ്ങളോട്, എനിക്ക് വന്നിട്ടില്ല. കാരണം ഇന്ന അങ്ങനെയല്ല അവർക്ക് വേണ്ടത്, ജനങ്ങൾക്ക് ഇന്ന അങ്ങനെയല്ല വേണ്ടത്. മീൻസ് അവർക്ക് അങ്ങനെ ഒരു പാട്ട് അങ്ങനെയുള്ളവർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. മാക്സിമം ഒരു ഉള്ളിലായിരിക്കും ഇരിക്കുക, നമ്മൾ പ്രൊഫഷൻ ഇറങ്ങാൻ കഴിയില്ല. ഇന്നിപ്പോൾ നമുക്ക് ഈ പറയുന്ന ആരും കൊണ്ടുതരൂല. ഉണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് മാസം ഒന്നും വേണ്ട, ഒരു മാസത്തിൽ ഒരു 50,000 റുപ്യ കൊണ്ടുതരാൻ പറ്റുമോ? ഇനി വേണ്ട, ഞാനൊരു ഓഫർ തരാം നിങ്ങൾക്ക്. നിങ്ങളിപ്പം ഈ കമൻറ്റ് ഇടുന്നുണ്ടല്ലോ, എനിക്ക് വീട്ടിലിരുന്നൂടെ, നീ എന്തിനാ അധ്വാനിക്കുന്നത്, വേറെ ഉള്ളത് ചോദിച്ചിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ പാടുന്നതെന്ന്. ഞാൻ സീരിയസ് ആയിട്ട് പറയാട്ടോ, നിങ്ങൾ ആരെങ്കിലും ഒരു 50 ലക്ഷം റുപ്യ അല്ലെങ്കിൽ ഒരു 1 കോടി അല്ലെങ്കിൽ 1 കോടി രൂപ നിങ്ങൾ എനിക്ക് കൊണ്ടുതരി, ഞാൻ വീട്ടിലിരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയോ? ഞാൻ ഡ്രസ്സ് ഇപ്പോൾ പച്ചക്ക് പറഞ്ഞാൽ ഉടുത്തേച്ചിട്ട് പാടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളാരും ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിൽ ഞാൻ പാടുന്നുണ്ടോ? ഞാൻ പാട്ട് പാടുന്നത് എനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഞാൻ ഷോൾ ഇടുന്നത്, അത് ഞാനും പഠിച്ചുകൊണ്ടിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. എൻ്റെ പഠിച്ചവൻ കൽബിൽക്കാണ് നോക്കണമെന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം.
അതിൽ പ്യുവർ ആണെങ്കിൽ നിങ്ങളെ കൽബാണോ നല്ലത്, എൻ്റെ കൽബാണോ നല്ലത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഈ എഴുതുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ പറയട്ടോ, നമ്മൾ 10-20% ആളുകൾ മാത്രമേ ഇത് പറയുന്ന ആളുകളുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. ഈ ആളുകൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാനില്ല. കാരണം ഒരു ബുദ്ധിയും ഇവരും മനസ്സിലാക്കാനുള്ള കഴിവും ഇല്ലാത്തവർ മാത്രമാണ് ഇത് എഴുതുന്നത്. അങ്ങനത്തെ ആളുകളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും കൂടിയിട്ട് മറ്റുള്ളവർക്ക്, നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്. ഇവർക്കാർക്കും നമുക്ക് കൊണ്ടുതരാൻ കഴിയില്ല, എമൗണ്ട് കൊണ്ടുതരാൻ കഴിയില്ല, നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും എനിക്ക് അതിന് വേറെ വഴികളില്ലേ മറ്റതില്ലേന്ന്. എനിക്കിതാണ് എൻ്റെ പാഷൻ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം ഇതാണ്, എനിക്കിതാണ് ഇഷ്ടം. ഞാൻ ആരും ബുദ്ധിമുട്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനും ഭയപ്പെടണം? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് ഞാൻ ആ പറഞ്ഞ തുക കൊണ്ടുതരാൻ കഴിയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിർത്തും, സ്റ്റോപ്പാക്കും, ഉറപ്പ്. പല മേഖലകളും പല ആളുകളും പല രീതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ പ്രൊഫഷൻ ഓരോ തിരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയാണ് നമ്മളാരും ഞാനും മഫ്തട്ട് പാടിയപ്പോൾ ഇന്ന ആളുകൾ വിളിക്കാനില്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇതൊക്കെ ഈ കോലം കിട്ടണം, നമുക്ക് ഇഷ്ടമുണ്ടായിട്ട് കോലം കിട്ടുന്നില്ല. നമുക്ക് പ്രോഗ്രാംസ് കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണം, ഇതിന് ചെയ്യണം. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ആവശ്യത്തിലേറെ എന്നെ നോക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്, ഇല്ലായിട്ടല്ല. പക്ഷെ നമ്മളൊരു പ്രൊഫഷണലാണിത്. ഈ പ്രൊഫഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള സംഗതികളുണ്ട്. അത് വിചാരിച്ചിട്ട് നമ്മൾ വേണ്ടാത്ത രീതിയിൽ നടക്കുന്നല്ല. നമുക്ക് നമ്മളതായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ട്, നമ്മളതായിട്ടുള്ള രീതി ഉണ്ട്, നിലപാടുണ്ട്. ഈ നിലപാടിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. ആർക്കും ഒരു വിരോധം തോന്നണ്ട ഞാൻ ഈ പറയുന്നതിൽ. ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നല്ല. നിങ്ങൾ വിചാരിക്കുമോ അഹങ്കാരിയായ ഷാജ? അഹങ്കാരമല്ലത്, ഇതൊരു നിലപാടാണ്. ഒരു സ്ത്രീ എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ നമ്മളതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓർക്ക് മാത്രമുള്ള മറുപടി കേട്ടോ മാനുക്ക, ഓർക്ക് മാത്രമുള്ള മറുപടി. ഇതിനൊന്നും ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറയാനേ ഉള്ളൂ. ഏതായാലും ഷാജൻ്റെ പാട്ടുകൾ, സിനിമാ പാട്ടുകളുടെ പ്രവേശനം, പിന്നെ ഒരുപാട് ഉയരങ്ങളും ഇനിയും കീഴടക്കാൻ കഴിയട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ ഒരു പാട്ട് മേഖലയിലായതുകൊണ്ട് കേട്ടോ. കാരണം നമുക്ക് ആർക്കും കഴിവില്ല, ഇങ്ങനെ കഴിവില്ല ആളുകളുണ്ട്, അവരൊക്കെ ഇങ്ങനെ ഉയർന്നു വരട്ടെ എന്നാണ്. കാരണം ഒരു പാട്ടിലൂടെ പാടി ഷാജ പറഞ്ഞു ജീവിത സാഹചര്യം കൊണ്ട് പാട്ടിലേക്ക് പോകേണ്ടി വന്നു. ആ ഒരു കഴിവ് അവൾ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തി. ഒരുപാട് 4 ആളുകൾ അല്ലേ, ഒരു 100 ആളുണ്ടെങ്കിൽ 60 ആളുകളും തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. ഷാജ എന്ന് കേരളം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരികളിലൊരു പാട്ടുകാരി തന്നെയാണ്, ഒരു സിംഗറാണ്. അപ്പം എല്ലാവിധ ഭാവുകളും നേരെയാണ്. ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ. താങ്ക് യു. നമ്മുടെ മാനുക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി ഡീറ്റെയിൽ ആയിട്ടൊന്നും ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയൂല. മീൻസ് അത്ര നമ്മൾ പരിചയമുണ്ട്, അറിയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചില്ല. ഈ വീഡിയോയിൽ കാണണമെന്നില്ല, ഞങ്ങളല്ലാതെ കുറേ ഞങ്ങളതായിട്ടുള്ള സംസാര രീതികളുണ്ട്. ഇത്രയും നേരം എന്നെ സഹിച്ചതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം കുറേ പാട്ട് എന്തൊക്കെ അതിൽ എഡിറ്റ് ചെയ്യാണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല, കട്ട് ചെയ്യാണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ എന്താ പറയുക ആറ്റി കുറുക്കിയിട്ടൊക്കെയാണ്. പക്ഷെ മാനുക്കനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. കാരണം മാനുക്കന്റെ സംസാര രീതി ഞാനും മാനുക്ക കുറച്ചൊക്കെ നമുക്ക് പറ്റൊരു ഇതുണ്ടല്ലോ, ആ സംസാര രീതിയൊക്കെ എനിക്ക് ഇഷ്ടമായി. വൈകിയാണെങ്കിലും മാനുക്കൻ്റെ അടുത്ത് എത്താൻ പറ്റി. അപ്പോൾ എന്താ പറയുക, വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് ഈ ഫിലിം സോങ്ങിലൂടെ മാനുക്കയും തന്നത്. അപ്പം അതിനും നമ്മുടെ ഏത് ചാനലിലൂടെയാണ് ഇത് ബുള്ളറ്റ് മാനു എന്ന് പറഞ്ഞ ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇതിലൂടെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണാം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളെ മനസ്സിലുള്ള നിങ്ങൾ പറഞ്ഞോളി, നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയാനുള്ള പ്രേക്ഷകർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഇത് കൊളോക്കടിയാണ്, പ്രശ്നമില്ല. ഓക്കെ.